കഞ്ഞി പറ്റുപോയി. വെന്ത് കിടക്കുവാണേ ചോറ്. ഇതൊരു 3 അച്ചാറാണ്. ഇതാരൊക്കെ ഞങ്ങൾ 3 പേരിട്ടാ, ജയയും ഞാനും ശ്യാമളമ്മയും. ഇതിനകത്ത് ഏതാ നല്ലതെന്ന് നാരായണോട് ചോദിക്കാനാ. നാരായണയ്ക്ക് അറിയത്തില്ല ഇത് ഏതാ ആരൊക്കെ ഇട്ടാന്ന്. അത് ബാക്കി നമുക്ക് ചോറെടുക്കാമല്ലോ. 3 അച്ചാർ ഏതാ നല്ലതെന്ന് കഴിച്ചു നോക്കിയിട്ട് പറ. ഒരെണ്ണം കഴിച്ച് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് അടുത്ത് കഴിക്കാവുള്ളൂ. ആ ശരി, സമയമില്ല ഞങ്ങൾക്ക്. ചോറൊന്നും ആയില്ല, പോയേ കറിയാവട്ടെ. ഇത് ഇവളിവിടെ അത് ചീര വെക്കാൻ പോവാം. അത് നാരങ്ങ ആടി, നാരങ്ങ അച്ചാറിടാൻ വേണ്ടി പുഴുങ്ങി അല്ല ആവി കയറ്റിയ. മൂന്നെണ്ണം കഴിച്ചോ? ഒരുപോലെയോ? ഏകദേശം ഒരുപോലെ ഉണ്ട്. ഇത് രണ്ടുമായിട്ട് ഒരു ബന്ധമില്ല. ഇഷ്ടപ്പെട്ട ഏതാന്ന് ചോദിച്ചേ? കൺഫ്യൂഷനായോ? പറഞ്ഞോ. നിനക്ക് ഇഷ്ടപ്പെട്ട എന്നാന്ന് ചോദിച്ചേ? അല്ല, 3 വലിയ കുഴപ്പമൊന്നുമില്ല, എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ട്. അതെ വേറെ ആരെങ്കിലും കൊണ്ട് നോക്കി. അതെ, അച്ചാറ് നോക്കട്ടെ. വേണ്ട നോക്കിയോ, എത്ര വേണമെങ്കിലും നോക്കിയോ. നോക്കുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല. മത്സരം നീ ജഡ്ജാ. അച്ചാറ് കൂട്ട നിന്ന് കഴിക്കും കേട്ടോ. രാവിലെ വെറും വയറ്റില് ഇതിനെ വിളിച്ചോളൂ. ആ പിന്നെ പറയടി, പറ. ആ ഏറ്റവും നല്ലതാന്നാ പറയണ്ടേ. ഒരെണ്ണേ പറയാൻ പറ്റത്തുള്ളൂ. ആ ഇതാണ് ഒരു കൺഫ്യൂഷൻ ആയിട്ട് നിൽക്കുന്നത്. അങ്ങനെയൊന്നും ചോദിക്കണ്ട, ഇഷ്ടമുള്ളതൊക്കെ പറഞ്ഞാൽ മതി. ആ എല്ലാം കഴിച്ചു. അങ്ങനെ മറ്റേത് മറിച്ചതൊന്നും ചോദിക്കണ്ട. ഈ രണ്ടെന്നല്ല, ഇത് ജയം ഉണ്ടാക്കിയത്, ശ്യാമളം ഉണ്ടാക്കിയത്, നിന്റെ അപ്പൻ ഉണ്ടാക്കിയത്. അപ്പൻ നിക്ക മൂടി വെക്കട്ട് പോകുമ്പോ നിന്റെ അപ്പൻ ഉണ്ടാക്കിയതാണ്. നിന്റെ അപ്പൻ മൂടി വെക്കട്ടെ. പിന്നെ മൂടി വെക്കാതെ എങ്ങനെയാ? ഏതായാലും ഒരെണ്ണം നീ പറഞ്ഞില്ല. പറഞ്ഞോ.
ഏതാ പറ. അത് രണ്ടും ഒരുപോലെ അതുകൊണ്ട് പറയാൻ പറ്റത്തില്ല. രണ്ട് ഒരു 99% രണ്ടും ഒരേ ടേസ്റ്റാ. അതുകൊണ്ടാ പറയാൻ പറ്റാത്തത്. ഇത് രണ്ടെണ്ണവും സാധാരണ പച്ചക്കിട്ടതും അത് വാട്ടിയിട്ടിട്ടതുമാണ്. അത് എയർ ഫയറിനകത്ത് അതുകൊണ്ടാ ഇങ്ങനെ ഇതായിട്ടിരിക്കുന്നത്. അതിന്റെ കളറും തന്നെ വ്യത്യാസമാണ്. ഇത് രണ്ടും ഒരുപോലെ. അത് ജയ ഉണ്ടാക്കിയതാ. ഏതിതോ? അപ്പൊ ജയ ഉണ്ടാക്കിയതല്ലെന്ന് പറഞ്ഞാല്, കാരണം ഏറ്റവും അലമ്പ് പറയാൻ നല്ലതാ. ജയ നീ ആടി, നിന്റെ ആടി നല്ലത്. പറഞ്ഞു മതിയാവും. ഉള്ളതാ പറഞ്ഞേ, സന്തോഷമായില്ലേ? ചെറിയ വ്യത്യാസമുള്ളൂ പക്ഷെ. എയർ ഫയറിനകത്തിട്ട് വാട്ടിന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ, അത് കുറേ ദിവസം ഇരിക്കും ആ സാധനം. അത് ഒരു എയർ ഫയറിനകത്ത് ഉണ്ടാക്കിയാണൊന്ന് നമ്മൾ ഈ വെയിലത്ത് വെച്ച് വാട്ടിയിട്ട് അച്ചാറെടുത്തില്ലേ, ആ ഒരു ടേസ്റ്റാണ്. അപ്പം മറ്റേ അച്ചാറുകളുമായിട്ട് ഇതിന് സാമ്യമില്ല, ടേസ്റ്റ് ഭയങ്കര വ്യത്യാസമാണ്. അപ്പോൾ മറ്റേ രണ്ടുമാണ് മാങ്ങാച്ചാർ പോലെ ഇരിക്കുന്നത്, പക്ഷെ ഇതിന് വേറൊരു ടേസ്റ്റാണ്. ഉണക്കച്ചാർ ഇടുന്ന പോലെ ഇരിക്കും. ശ്യാമളമ്മയാണെങ്കിൽ വെള്ളമൊക്കെ ഒഴിച്ചാണ് ഉണ്ടാക്കിയത്, അപ്പോൾ അത് പെട്ടെന്ന് അഴുക്കാവും. ജയ വെള്ളം ഒഴിച്ചില്ല, പക്ഷേ എങ്കിൽ ആ പച്ചക്കായിട്ടേക്കുന്നത്, അതും കുറച്ച് ദിവസം കൂടി ഇരിക്കും. പക്ഷേ ഈ വാട്ടിയ സാധനം ഉണ്ടല്ലോ, അത് എത്ര ദിവസം വേണമെങ്കിലും അഴുക്കാകത്തേയില്ല. ഇതാണ് ശ്യാമളമ്മ ഇട്ട അച്ചാർ, സാധാരണ ചെറുതായിട്ടരിഞ്ഞ്. ജയ ഇട്ട ഈ കുപ്പിക്കകത്താ കാണത്തില്ല, ഞാനിട്ടത് ഇതാണ്. കുറച്ച് ഡാർക്കായിട്ടായിരിക്കുന്നത്, ഇതിനകത്ത് ഒട്ടും വെള്ളമില്ല. ഇത് ഡ്രൈ ആക്കിയിട്ട് ഇട്ടിട്ടുള്ളൂ. എന്റെ കൈ നിക്ക പതിയെ. എന്തിന് ഇതിലെ കൂടെ ഇറങ്ങിയത് എന്റെ പൊന്നു ശംഭു? താത്തിട പൊക്കോ പൊക്കോ, നീ താട്ട് പൊക്കോ. ഉമ്മ ആരാതെയാണോ അമ്മച്ചിക്ക് പോകുന്നേ? പൊന്നെ ഉമ്മ അറിയില്ലെന്നോ? കണ്ടോ, ഇച്ചിരി നേരത്തെയാണ് ഞാൻ പോയി താഴെ കൊണ്ടെടുത്തില്ലായിരുന്നോ? എടുത്തില്ലായിരുന്നോ? ഊര് ഊര് നിറച്ച് ഉറുമ്പ്, നിറച്ച് ഉറുമ്പ്. കൊടാ അതെ, എവിടെ നീ എടുത്തിട്ട് വന്നത്? അലമാരിക്ക് അങ്ങനെ ഉറുമ്പ് വന്നേ? അയ്യോ എന്റെ അമ്മ, എന്റെ ഈശ്വര, ഇതന്നെ ഇവിടുന്ന് ഉറുമ്പ് വന്നേ? അത് കടിയൻ ഉറുമ്പ്. കൊട 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 നല്ലതായിട്ട് ഉടഞ്ഞു. നീ മോൻ പൊക്കോ പോ. പിന്നെ അപ്പ വരുന്നുണ്ട്, പൊക്കോ പൊക്കോന്ന്. സമയം പോന്നു, മോൻ പൊക്കോ. നടന്നോ മോൻ, നടന്നോ കേട്ടോ. ചേച്ചിയുടെ പുറകെ നടന്നോ. ഇത് വേണ്ടേ? എവിടുന്ന് ഉറുമ്പ് വന്നേ? എവിടുന്ന എനിക്കറിയത്തില്ല, അലമാരിക്ക് അന്നേ എടുത്താ. കടിയൻ കടിയൻ ഉറുമ്പ്. കടിച്ചൊന്നുമില്ല, കടിച്ചില്ല, ഒന്നും കടിച്ചില്ല. പക്ഷെ എന്നെ കടിച്ചില്ല ഒന്നും. അങ്ങനെ കടിക്കാഞ്ഞ പെട്ടെന്ന് നാരായണിക്കൊപ്പം നമുക്ക് ചെല്ലാമെന്ന് നോക്കാം. അവളിന്നും പോവായിരിക്കും നമ്മൾ ചെല്ലുമ്പം. കൊടുക്കാൻ പറഞ്ഞോ? ആ ആ ആ ആ ആ കുറച്ച് ഒഴിപ്പിച്ച് അത് മതിയായിരിക്കും.
ആ മതി മതി കഴിച്ചോ ആ കഴിച്ചു കഴിച്ചു. എന്താ അപ്പം ഉണ്ടാക്കിയോ കറിഞ്ഞോ കറിഞ്ഞോ എന്താ ആ കറി സാമ്പാറുന്നു നിമ്മലമ്മ എവിടെയാണ് ആറോട് നിൽക്കണ്ടേ ഉം. നിമ്മലമ്മ എന്ത് കണ്ടില്ല കണ്ടില്ല എന്ത് ചെയ്യണം ഇല്ലെന്ന് തോന്നുന്നു കഴിച്ചാ എന്താ കഴിച്ചേ പുട്ടും കടലയും. പുട്ട് കടല വിട്ട് പുട്ടും ഉപ്പുമാവും വരും ഉം. മതിയോ മതിയോ മതി പൂവൻ പൂവൻ ആ, പൂവൻ മഹാവാൻ പെടയല്ലേ പൂവപ്പഴം പൂവമ്പഴോ ആഹാ. ഞാലിപ്പൂവൽ ഞാലിപ്പൂവനോ പൂവൽ പഴം ഞാലിപ്പൂവമ്പഴം വേറെ പൂവമ്പഴം വേറെ സീതപ്പുറ നാലിപ്പൂവൽ പഴം ഞാലിപ്പൂവൻ സീതപ്പഴം അത് നാലിപ്പൂവൽ പഴം മതിയോ ഉം, ഉം, ഉം. മതിയോ മതി മതി പുട്ടും വരും ഉപ്പുമാവും വരും ഇന്ന് ഫസ്റ്റ് ഉപ്പുമാവും വരും പിന്നെ ചോറ് വെച്ചു കറി ഞാനോ കറി കോവയ്ക്കാമയും വെച്ചു പിന്നെ മീൻ കറി വെച്ചു ആറായിരോ ദേദമ്മയുടെ കോവയ്ക്കാമയൊക്കെ വെച്ചു പിന്നെ നെല്ലിക്ക അച്ചാർ വെച്ചു പിന്നെ സാമ്പാർ വെച്ചു പിന്നെ പപ്പടം പൊളിച്ചു പിന്നെ വറുത്ത് മീൻ വറുത്തു പിന്നെ മത്തി കറി വെച്ചു അയല വറുത്തു മതിയോ മതി അയല വറുത്തും ചെയ്ത് മത്തി കറി വെച്ചു മത്തിക്കറി പിന്നെ വണ്ടി വരുന്നുണ്ടോ മറിക്കോ ഓ പയ്യാണെന്നോ ആരാപ്പേ അത് ചേട്ടോ സലാമണ്ണൻ സലാമണ്ണൻ എന്തേ സലാമണ്ണം എന്തിയാണോ ഇത് വേറെ ചേട്ടാ എന്ത് സലാമണ്ണൻ എന്തേ സലാമണ്ണം വീട്ടിൽ കാണും ആ വീട്ടിൽ തക്കാളിയും മറ്റേ സാമ്പാർ ജീരയും കൊണ്ട് തോരൻ വെച്ച് തക്കാളി തോരൻ എനിക്കിഷ്ടമില്ലാത്ത സാധനമാണെങ്കിലും കുഴപ്പമില്ല 7:35 ഇവരങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ എൻ്റെ പൂവ് അടിപൊളി ശ്യാമളമ്മ കഴിഞ്ഞ ദിവസം ഈ കളറിൻ്റെ സാരി എടുക്കാൻ വേണ്ടി പോയായിരുന്നു എന്നിട്ട് പറഞ്ഞു വേണ്ട എനിക്ക് ചേരിയാന്നല്ല എടുത്തില്ല ഞാൻ പോയി കുളിക്കട്ടെ ഗോതമ്പ് പുട്ട് അരിപ്പുട്ടല്ല ഗോതമ്പ് ഗോതമ്പ് ദോശ ഗോതമ്പ് പുട്ട് നിനക്ക് ഗോതമ്പ് പുട്ടാണോ അരിപ്പുട്ടാണോ ഇഷ്ടം എനിക്ക് ഇനി എപ്പോഴും ഗ്രീൻ സോറി ഇഷ്ടം നീ കൊള്ളാടി നീ ഭയങ്കര ടീമാണ് ഇന്ന് രാവിലെ സ്കൂളിൽ നിന്ന് വരുമ്പോ ഉണ്ടാക്കാം ഗ്രീൻ പീസ് ഉണ്ടെന്ന് തോന്നുന്നു നല്ല എപ്പോഴും നല്ല ഗ്രീൻ പീസ് കറി ബ്രെഡ് അങ്ങനൂടെ കുറുകി കുറെ മറ്റേ ഉണ്ട എന്നാ ഉണ്ട് ഇടിയപ്പത്തിന്റെ ദീപത്തിനുണ്ടാ നാറ്റാണോ ഇത് ആ മനം പറഞ്ഞില്ലല്ലോ ആ എന്നാണോ അപ്പം ബോണ്ട നല്ല മണമുണ്ടല്ലോ ആരാണ് ഇപ്പം ഉണ്ട് ബസ് ഇപ്പം വരും അപ്പയുടെ ബസ് എന്താ അപ്പ ബ്ലൂ ബസ്സിലാണ് പോകുന്നേ അപ്പയുടെ ബ്ലൂ ബസ്സിൽ കൂട്ടാനുണ്ടോ ഇല്ല ബിനോയ് പിന്നെ അപ്പ അയ്യോ ഇന്നല്ലേ ദേവിക്കുഞ്ഞമ്മയുടെ മോളെ കല്യാണം ആ മതിയോ മതി മതി ആ ഉം. ആ എന്തിനാണെന്ന് അറിയത്തില്ല വേണ്ട അയ്യോ ഇതായ ഫോട്ടോ വെച്ചേ ആ അത് ഫോട്ടോ എലക്ഷൻ്റെയാ
ബസ്സും കാണത്തില്ല. എന്നിട്ട് അങ്ങനെ ഇങ്ങനെ വെക്കരുതെന്നാ പബ്ലിക് സ്ഥലത്തെ ഇങ്ങോട്ട് വെളിയിലോട്ട് ഇറക്കി വെക്കരുതെന്നാ. ആരുടെയും സ്ഥലത്ത് വെക്കാം. ഇതിപ്പം വെളിയിലോട്ടാണ് പകുതി നിൽക്കുന്നത്, റോഡിലോട്ട്. അങ്ങനെ വെക്കരുതെന്നാ ബോർഡ്. എന്നാ ഇലക്ഷൻ കമ്മീഷൻ്റെ ഇത് അനുസരിച്ച്. എന്നിട്ട് യോളമ്മേ കഴിച്ചോ? എന്തേ ചപ്പാത്തി കറിനാ മുട്ടക്കറി. ചോറ് കറിയില്ല. എൻ്റെ കറിയുടെ ഞാൻ പറഞ്ഞു മോൻ്റെ കറി ഞാൻ കഴിച്ച ചോറ് പിന്നെ കറി സാമ്പാറില്ല. അമ്മ എവിടെ? ചോറുണ്ട് ചപ്പാത്തി നിൽക്ക്. ചേച്ചി എവിടെ? എല്ലാവരും ഇടാനൊക്കെ നാളെ ഇല്ലല്ലോ, ഉണ്ടല്ലോ, ഉണ്ട് നാളെ. ആന്ധ്രാപ്രദേശ് KSRTC. തുണി തേക്കുന്നു. പോട്ടെ. ഞാൻ പോവുക, കൊച്ചിവിടെ നിൽക്കുമല്ലേ. പോട്ടെ. ശരി മോളു. ചേച്ചി കുടിക്കുകയാണ്. വേണം. അത് ചുമ്മാ വെച്ചേക്കുന്നതാടേ, എനിക്കറിയത്തില്ല എന്തിനാണ്. കുടിക്കുന്നതാണോ? അല്ല, പിന്നെ വെറുതെ വെച്ചേക്കുന്ന. വണ്ടി ബ്ലോക്കായി. നിന്റെ ബസ്സാണോ? അല്ല, വലിയ വണ്ടിയാണ്, വലിയ വണ്ടി എന്നും ഉണ്ട്. സീസണായി കഴിഞ്ഞാൽ ഇവിടുത്തെ അവസ്ഥ ഇതാണ്. നിൽക്കുക, ചിലപ്പോൾ പോയില്ലെങ്കിലോ? സ്റ്റാൻഡിൽ പോയി കയറേണ്ടി വരുമോ? ശബരിമല തിരക്കായിരിക്കുമല്ലോ, വണ്ടിയുണ്ട് ഇഷ്ടം പോലെ. എന്നാ പൈസ? 10 രൂപ ഉണ്ട്. എന്നാ എന്നാത്തിനാ? ആ അതാ പോ. വണ്ടി ചിലപ്പോൾ പോയി കാണത്തില്ലായിരിക്കും. ആ സാരില്ലേ, വീട്ടിൽ വേണം വഴി. നാരായണ ബസ് പോയാൽ തോന്നുന്നു, അവൾ പോവാം. നിന്റെ ഒന്നും വന്നില്ല, നാരായണ പോലും വന്നില്ല. ഇത് നിന്റെ വണ്ടി വന്നു. വാ 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 വാ. ഇഷ്ടം പോലെ വണ്ടി പോകുന്നുണ്ട് മലയ്ക്ക്. തുറന്നു വേണം.
സ്വാമി ഹരിഹരസുതരേ സ്വാമിയേ നെയ്യഭിഷേക പ്രിയനേ അത്രയും കൊണ്ടുപോകണമെന്നായിരിക്കും അല്ലേ? താത്ത പട്ടി വരയ്ക്കുന്നുണ്ട്. ചേട്ടാ വരുന്നുണ്ടെന്നാണ് തോന്നുന്നേ. കാണാതിരിക്കും, കാണുന്നില്ല. ഇത് പരിചയമില്ലാത്തൊരു വണ്ടിയുടെ ശബ്ദമാണല്ലോ. ഇല്ല, ചെറിയ ചേട്ടൻ തന്നെയാണ്. എന്ത് ബസ്സാ പോകാൻ നോക്കി. ആ അച്ചാറിടാൻ വേണ്ടി കുറച്ച് സാധനം അരിയാൻ പറ്റിയിരുന്നു. ചെയ്തോ? മുളകും ഒക്കെ നീ എടുത്ത് വെച്ചിട്ട് പോയതാണ്. പറഞ്ഞിട്ടൊക്കെ പോണം. ഞാൻ ഇതെങ്ങനെ അറിയും? ഗണിച്ചറിയുമോ? കൂട്ടിക്കൊണ്ട് വരാനാണോ? ആ അതെ, വന്നപ്പോഴേ ഇതെൻ്റെ നിന്നെ വിളിച്ചാൽ കിട്ടത്തില്ല എന്നാണ് പറയുന്നത്. നിൻ്റെ ഫോൺ ക്ലിയർ അല്ല, വിളിച്ചേ ക്ലിയർ അല്ലെന്നാണ് അങ്കിൾ പറയുന്നത്. ഉണ്ടോ? എന്നാ ഉണ്ട് ചേട്ടാ? എവിടെയായിരുന്നു? സത്യം പറയടി, എവിടെയായിരുന്നു നീ? നീ എവിടെയായിരുന്നു? നീ ആരാ? നീ ഏതാ? എവിടെ? നിനക്ക് ഏറുമാടം ഇല്ലാത്തൊരു ജീവിതമില്ലേ ചേട്ടാ? ഏറുമാടം ഇല്ലാത്തൊരു ജീവിതമില്ലേ? ചേച്ചാച്ചൻ എന്നാ പറഞ്ഞേ? ഞാൻ ചേച്ചാച്ചി, എൻ്റെ ചേച്ചാച്ചി ഞാൻ ഒന്നും പറയത്തില്ല. ഏറുമാടം ഇല്ലാത്തൊരു ജീവിതം ഇല്ലാത്തൊരു മനുഷ്യൻ. എന്നാ എഡിറ്റ് ചെയ്ത് ഇതൊക്കെ താഴെവിടെ നിന്ന് എഡിറ്റ് ചെയ്ത് തന്നെ കുഴപ്പം? ഏറുമാടത്തിൽ തന്നെ കയറിപ്പോയി എന്തിനാ എഡിറ്റ് ചെയ്യുന്നേ? ആഹാ, അത് കൊള്ളാം. ഇപ്പം ഇനി ഇവിടെയൊക്കെ വല്ല ആറോ തോടോ ഒക്കെ ഉണ്ടായിരുന്നേ പറയാം, കുളിസിനെങ്ങനെ കാണാൻ എൻ്റെ മണ്ട കയറാന്നെങ്കിലും പറയും. ഇത് അതും ഇല്ല. പിന്നെ എന്നത്തിന് ഏറുമാടത്തിൽ കയറിയിരിക്കുന്നേ? പറയടി, പറ സൗദ, പറ അരുണേ.
എന്നെപ്പോലെ ആപ്പൂപ്പ കേട്ടാ ഞാനും പറഞ്ഞോ എന്നും ആ മൂലയ്ക്ക് പോയി നിൽക്കുന്നതാണോ എൻ്റെ ദൈവം ഇങ്ങനൊരു സാധനം. അങ്ങോട്ടേക്ക് ചേട്ടാ അത് കാണണ്ടായിരുന്നു. ഷാംപൂയ്ക്കൊക്കെ സ്കൂളിൽ നിന്ന് നാളെ പിക്നിക്ക് ആലപ്പുഴയ്ക്ക് കണ്ട് ബോട്ടിങ് പരിപാടിയൊക്കെ. അപ്പോൾ അത് വിടണോ വേണ്ടയോ എന്നാണ്. കാരണം അവൾ അവിടെയൊക്കെ പോയിട്ട് എങ്ങനെ അവൾ മര്യാദയ്ക്കൊക്കെ നിൽക്കുമോ? ഒന്നാമത് കായലുമൊക്കെ അങ്ങനെയുള്ള കുറച്ച് സീനൊക്കെ ആയിട്ട് കൺഫ്യൂഷനിലാണ് എന്ത് ചെയ്യണമെന്ന്. അപ്പോൾ ശ്യാമളമ്മയൊക്കെ വിളിച്ചപ്പോൾ അവർ പറയുന്നത് കുഴപ്പമില്ല, വിട്, അവളങ്ങനെയൊക്കെ പോയി പഠിക്കട്ടെ എന്നാണ്. പക്ഷെ നമുക്കൊരു പേടി പോലെ ഉണ്ട്, ചെറുതായിട്ടല്ല നല്ലതായിട്ടുണ്ട്. നാളെ പിക്നിക്കിന് പോകുന്നുണ്ട് സ്കൂളിൽ നിന്ന്. ശാമ്പൂൻ്റെ മറ്റേ ആലപ്പുഴ ബോട്ടിങ് യാത്രയൊക്കെയാണേ. നിൻ്റെ അഭിപ്രായം എന്നാ, അവിടെ വിടണോ വേണ്ടയോ? നമ്മളില്ല എന്നാലും ഇവിടെ പിന്നെ അവൾ വഴക്കുണ്ടെങ്കിൽ പേടിയായി. ബോട്ടിങ് യാത്രയൊക്കെ ഇവിടെ ഓടുവോ? ഓടി ഇല്ലല്ലേ? പേരൻസിന് എന്നും പോകുന്ന സമയത്ത് തിരിച്ച് അതേ വരുന്ന സമയത്ത് വരും. കാരണം 6 മണിക്കാണല്ലോ വരുന്നത്, അതിക്കുള്ള തന്നെ വരും കൊണ്ട് വിടുമെന്ന് പറഞ്ഞു. ബോട്ടിങ് യാത്രയും പിന്നെ ഫുഡൊക്കെ 500 രൂപ വിടണമെന്ന് സിസ്റ്റർ പറഞ്ഞു. അതിന് ഞങ്ങളില്ലേ, ഞങ്ങൾ നോക്കുകയല്ലേ, എല്ലാവരും ഉണ്ടല്ലോ, പിന്നെ എന്നാന്ന് ചോദിച്ചു. വിടാല്ലേ? എന്നാ ഓക്കെ. എനിക്ക് പേടിയായതല്ലേ നമ്മളടുത്തുനിന്ന് ഇങ്ങനെ വിട്ട്. അപ്പോൾ ശ്യാമളമ്മയെ വിളിച്ചറിയപ്പോൾ ഞാൻ വിചാരിച്ചെന്നറിയോ വേറെ പണിയൊന്നും ഇല്ലെന്ന് പറയുമെന്ന്. പക്ഷെ അമ്മ പറഞ്ഞെന്നറിയോ, എടി അങ്ങനെ അവളെ വിട്ട് പഠിപ്പിക്കുക, എന്നാലല്ലേ അവൾ ദൂരോട്ടൊക്കെ മുടി വലിച്ചു പഠിക്കുന്നുണ്ടോ. അവളെ വിട്ട് പഠിക്കുക, അവള് ദൂരെയൊക്കെ വിട്ട് പഠിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ എന്നിട്ട് പറഞ്ഞാന്നറിയോ, എല്ലാം പറയണം സിസ്റ്ററിനോട്. അവളെ ഞാൻ പറഞ്ഞ 360 ദിവസത്തിൽ ഒരു 200 ദിവസമെങ്കിലും സിസ്റ്റർ എടുത്തുണ്ട് അവള്. അതൊരു 300 ദിവസമെങ്കിലും ഉണ്ട് അവള്. എന്നാ ചേട്ടാ പമ്മി വെക്കുന്നേ? ഇപ്പം വിടാം അല്ലേ? നാളെ മറ്റേ ഇത് എന്നാ അവിടെ വള്ളിപ്പാറുണ്ടേ മേടിക്കണേ. ഉണ്ടായിരുന്നല്ലോ. നാളെ കൊച്ചിന് കാപ്പി കൊടുത്തിട്ടുണ്ടേ, അല്ല ചോറിന് കൊടുത്തിട്ടുണ്ടേ. കേക്കൊക്കെ വീണ്ടും ചേമ്പ് വേണം, നല്ല ചേമ്പായിരുന്നു, അതുകൊണ്ട് കുറച്ചും കൂടെ മേടിച്ചു. പല പല ചിഹ്നങ്ങളും ഞാൻ പാടില്ല പഠിക്കാൻ പോകുന്നു. കഴിഞ്ഞ ദിവസം മേടിച്ച ചേമ്പ് ആർക്കോ തികഞ്ഞില്ല, കാരണം അത് വെന്ത് കലങ്ങിപ്പോയതുകൊണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ചേമ്പ് മേടിച്ചുകൊണ്ടുവരാമെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ ഉള്ളിയും കാന്താരിയൊക്കെ റെഡിയാക്കി വെക്കണം. കാന്താരി പറിച്ചിട്ടില്ല, പറിക്കണം. പിന്നെ ഉള്ളിയൊക്കെ ശരിയാക്കണം. നാരായണി എന്തിയേ? നീ വീഡിയോ കാണുവാണോ നാരായണി? ആ, അപ്പോൾ അതെല്ലാം ശരിയാക്കി വെക്കുവാണെങ്കിൽ ചേട്ടാ വരുമ്പോഴേക്കും ഒന്നുമില്ല, ചേമ്പുണ്ടാക്കി വെച്ചാൽ മതിയല്ലോ. അല്ല ചേട്ടാ വരുമ്പം ചേമ്പുണ്ടാക്കും. സമയം എത്രയായി? 27 കൊച്ചു വരാറായിട്ടില്ല, നേരത്തെ പോയി ചേമ്പ് മേടിക്കേണ്ടതുകൊണ്ട്. അവളെ വിളിക്കാൻ വന്നാ, ബസ്സിന് വരും, അവിടെ വരും. ഞാൻ സാധനം മേടിക്കാറുണ്ടായിരുന്നു, മേടിച്ചിട്ടാണ്.
എല്ലാവരും ഇലക്ഷനെ ഇന്നയാക്കി ചെയ്യണം എന്നൊക്കെ പറയും. നമ്മളെന്നാ ചെയ്യാനാ, ഒരാൾക്കല്ലേ ചെയ്യാൻ പറ്റൂ. മതിയായിരുന്നോ? അവന് കൊടുക്കാൻ അവന് ഒരു കെട്ട് ആ വർദ്ധാനത്തുനിന്ന് ഒടിച്ചുകൊണ്ട് വന്ന 4 ഓട്ടോ ഒരുമിച്ച് പോയി. ഇവന്റെ ഓട്ടോയ്ക്കകത്ത് വെച്ചിരുന്നു. ഇവന്റെ ഓട്ടോ മാറിപ്പോയിട്ടോ ഇവിടെ വന്നപ്പോൾ ഒന്നുമില്ല. ഒറ്റക്കെട്ട് കരിയാപ്പല വർദ്ധാനത്ത് ഒരു വീട്ടിലുണ്ട്. ഈ കൊളസ്ട്രോളിന് ചുമ്മാ വെള്ളം തിളപ്പിച്ച് കൊടുക്കാനും അരച്ച് കഴുകി കഴിക്കാൻ പറഞ്ഞു. ഇന്ന് ഇലക്ഷൻ്റെ പ്രചാരം അല്ല, ഇത് വോട്ട് ചോദിക്കാൻ വേണ്ടി ഈ ഇവരൊക്കെ വന്നായിരുന്നു, നമ്പറൊക്കെ കൂടെ. പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, പെട്ടെന്നായിരുന്നു. കുമളി പമ്പ 2 ബസ്. ഇല്ല, ഒന്നുകൊണ്ടാ ആ ഈ സമയമാകും വരുമ്പോൾ. ആ ബാഗ് എടുക്കുന്നില്ലേ? ബാഗ് ആ ഇറങ്ങ വേണ്ട വിശേഷം? നല്ല വിശേഷം. എന്താ ഉണ്ടാക്കിയേ? ഒന്നും ഉണ്ടാക്കിയില്ല, വല്ലതും ഉണ്ടാക്കിയോ നോക്കണം. ചോറ് വെച്ചു. ആ ചോറാ ഉള്ളത്. ചോറ് വേണ്ട, ഇടിയപ്പം മതി. നമുക്ക് ചേമ്പ് ഉണ്ടാക്കിയാലോ? ചേമ്പ് വേണ്ട, ഇടിയപ്പം മതി. ഇടിയപ്പം മതിയോ? ഇടിയപ്പം ഒന്നും ഉണ്ടാക്കിയില്ല അവള്. ഇതന്നെയാണ് ഇതിൻ്റെ അകത്തോടൊക്കെ. ആ ഇടിയപ്പം അടുത്ത ദിവസം അവധി ഉള്ള ദിവസം ഉണ്ടാക്കാന്നാ പറഞ്ഞേ. സ്കൂളിൽ പോകാത്ത ദിവസം ഇല്ലേ? ആ ക്ലാസ് ഇല്ലാത്ത ദിവസം. ചേമ്പ് വേണ്ടേ? അതിനാ ചേമ്പ് ഇഷ്ടമില്ല അതിനൊക്കെ. ഇടിയപ്പം അടുത്ത ദിവസം എത്താം, 2 ദിവസം കഴിഞ്ഞ് ഉണ്ടാക്കാം. ഇല്ല എന്നാ ഇടിയപ്പോ? ഇടിയപ്പം ഉണ്ടാക്കണ രാവിലെ ജയക്ക് ഉണ്ടാക്കി തീരുകയല്ല. ഇന്നല്ല നാളെ കൂടെ ഉള്ളു ക്ലാസ്. അത് കഴിഞ്ഞ് അടുത്ത ദിവസം ശനിയാഴ്ച ഉണ്ടാക്കാം കേട്ടോ. നാളെ നമുക്ക് ഇന്ന് ക്ലാസ് കഴിഞ്ഞു. ഇത് വരുന്നോ ഇത് ക്ലാസ്? ആ നാളെ ക്ലാസ് ഉണ്ട്. നാളെ നിങ്ങൾക്ക് മറ്റേ ടൂറാന്ന് പറഞ്ഞു കേട്ട്. പിന്നെ പിക്നിക്കിന് പോകുന്നുണ്ടോ? ഇല്ലേ? ഉണ്ടോ? ഇടിയപ്പോ? പിന്നെ ഇടിയപ്പോ അടുത്ത ദിവസം തരാം. പിക്നിക്ക് ഉണ്ടെന്ന് പറഞ്ഞു ടീച്ചർ. ഉണ്ടോ? നീ പോന്നോ? പിക്നിക്കിന് പോന്നോ? ആലപ്പുഴയ്ക്ക് പോകുന്നുണ്ടോ? നീ പോകുന്നുണ്ടോ? അവർ പോയൊന്നുമില്ല, നാളെ പോകുന്നതെന്ന് പറഞ്ഞു. ടീച്ചർ പറഞ്ഞല്ലോ നാളെ ശാമ്പവ് വരുന്നുണ്ടോയെന്ന് ചോദിച്ചു. നീ പോകുന്നുണ്ടോ? ഇല്ലേ? അതിനാ നീ പിക്നിക്കിന് പോകുന്നുണ്ടോ ഇല്ലയോ? അതിനാ നിനക്ക് ഇഷ്ടമില്ലേ? പോകണ്ടേ പിള്ളേരുടെ കൂടെ? ഇടിയപ്പമാണ് നിൻ്റെ മെയിൻ വിഷയം. എന്നാ ജയ പറയും ഓരോന്ന്, പിന്നെ അങ്ങോട്ട് അലമ്പുന്നു. ഇടിയപ്പം ഇന്നല്ലടി, ശനിയാഴ്ച ക്ലാസ് ഇല്ലാത്തപ്പം. വാ, ആരോ പ്ലാസ്റ്റിക് എത്തിക്കുന്നു. എന്നപ്പാ ഇടിയപ്പം അടുത്ത ദിവസം തരാന്നേ. ഇന്ന് നമുക്ക് ചേമ്പുണ്ടാക്കാം, സൂപ്പർ ചേമ്പ് കാന്താരി. ഇടിയപ്പം അടുത്ത ദിവസം. ഇടിയപ്പത്തിന് ഇരിപ്പുണ്ട്, മാവ് ഇരിപ്പുണ്ട്. നമുക്ക് അടുത്ത ദിവസം ഉണ്ടാക്കാം കേട്ടോ. ഇടിയപ്പം മാവ് അതെല്ലാം ഉണ്ട്. ആ
ഇന്നില്ലേ? അടുത്ത ദിവസം. നീ ഉടുപ്പാലൊക്കെ എന്നാ നീ കഴിക്കുന്നതിൻ്റെയൊക്കെയാണോ സ്കൂളിൽ? ചോറുണ്ടെങ്കിൽ ഞാൻ തോന്നുന്നല്ലോ, കറിയൊക്കെ ഇരിക്കുന്നു. ആരോ പ്ലാസ്റ്റിക് എത്തിക്കുന്നത് എടുത്ത വീഡിയോ ഫോട്ടോ എടുത്തിട്ട് കൊടുത്താൽ 2500 രൂപ കിട്ടും. പിന്നെ മാറ്റോ? ഏത് യൂണിഫോം? ഉണ്ട് ഉണ്ട്. ജയമുണ്ടോ? ഇപ്പോൾ ഈ പട്ടി കുറയ്ക്കുമ്പം ഇറങ്ങി വരും. ഇല്ല, ഇവൻ കുറച്ചില്ല, ഇറങ്ങിയും വരത്തില്ല. പൊക്കോ പൊക്കോ. അവൻ കുറച്ചില്ല, അവൻ കുറച്ചില്ല, അവൻ കുറച്ചില്ല, അവൻ കുറച്ചില്ല. അവനെ തോന്നുമ്പോഴാണ് കുറയ്ക്കത്തുള്ളൂ. ഒരു മൂഡ് പോലൊക്കെ ഇരിക്കും. പട്ടി കുറച്ചില്ലേ? എടാ പറ, ശനിയാഴ്ച എന്ന് പറ. ശനിയാഴ്ച മോനെ, പട്ടി കുറച്ചില്ലല്ലോ. നമ്മുടെ മുത്തേ ശനി സാറ്റർഡേ ഇല്ല, അവധിയുള്ള ദിവസം. അപ്പോഴല്ലേ കുഞ്ഞിന് ഇടിയപ്പം ഉണ്ടാക്കി തരാന്ന് അമ്മ പറഞ്ഞേ. ഇത് പോന്നു. ഇതല്ല ചേന വേണ്ടേ? അയ്യോ, ഇടിയപ്പം നമുക്ക് സാറ്റർഡേ ഉണ്ടാക്കാം. ആ കൊച്ചുണ്ട് ഈ സാധനം ഉണ്ടല്ലോ. എൻ്റെ കുഞ്ഞ് മടുത്തടി പൊന്നെ. അടടി പറയടി, സാറ്റർഡേ അല്ലേ? ആ ഷൂ ഒന്ന് ഊരി കൊടുത്തേ മോനെ. ഷൂരിയൊക്കെ ഒന്ന് ഊരി കൊടുത്താൽ അവളെ സെറ്റ് ചെയ്യേ. നാളെ പിക്നിക്കിന് പോകുന്നുണ്ടോ സ്കൂളിൽ നിന്ന്? ഇല്ലേ? മോൻ പോകുന്നുണ്ടോ? ആനാ ഇല്ലേ? ഇഷ്ടമില്ലേ? അമ്മ എന്തിനാ പോകുന്ന? മോൻ എന്നാ സിസ്റ്ററിന്റെ കൂടെ ഒക്കെ പോകുന്നുണ്ടോ? പോകുന്നുണ്ടോ നാളെ? ഇല്ലേ? ഇല്ലെന്നോ? മോന് പോകണ്ടേ നാളെ? പറ. അന്നേരം എന്തേലൊക്കെ ഉണ്ടാക്കാം, നമുക്ക് നോക്കാം, ആലോചിക്കാം. എന്നെങ്കിലോ ചപ്പാത്തിയോ എന്തേലും ഉണ്ടാക്കാം. ഓ ചെല്ല്, ഉടുപ്പ് ഇട്ട് മാറ്. ചെല്ല്, നമ്മളെ പൊന്നെ മാറ്, ഉടുപ്പ് മാറ്. ഷൂ ഊരി കൊടുത്തേടി. ആ അവള് ഊരിക്കോളും. സ്കൂളിൽ നിന്ന് വന്ന് ബ്രേക്ക്ഫാസ്റ്റ് എന്നാന്ന് നമ്മൾ ആലോചിക്കട്ടെ. അതെ, നാളെ പിക്നിക്കിന് പോവല്ലേ? നാളെ ശംഭു? ആ ഉണ്ട്. ഹന്ന സിസ്റ്റർ, ശംഭുവിന്റെ ക്ലാസ്മേറ്റ്സ് എല്ലാം ഉണ്ട്, സ്കൂൾ മേറ്റ്സ് ഉണ്ട്, പിള്ളേരൊക്കെ ഉണ്ട് കേട്ടോ. ആലപ്പുഴ തെറാപ്പിക്ക് പോകുന്ന പോലെ അല്ല പോന്നേ. ബസ്സിന് അങ്ങ് ആലപ്പുഴ പോകും. ഇങ്ങനെ ബോട്ട് യാത്രയൊക്കെ, ബോട്ടിൽ കയറും. ചേമ്പിന് പകരം മധുരക്കിഴങ്ങ് വെച്ചു. ചേമ്പ് നാളെ വെക്കാന്ന് വെച്ചു.